ആനക്ക് കേൾക്കണോ? മൂത്തമ്മാൻ്റെ മാൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അത് അവിടെ വണ്ടിയൊക്കെ നിർത്തുന്ന വല്ല മേൽക്കൂരയൊക്കെ ഉള്ള വല്ല ഷെഡുണ്ട്, കുറേ വണ്ടീൻ്റെ ഉള്ളിൽ. നമ്മുടെ വണ്ടി പടാങ്ക ആണെങ്കിലും ഞാൻ ഉള്ളിൽ കയറ്റി നിർത്തി. ഓനൊരു സന്തോഷം, 10 ഉറുപ്പിക ഓന് കിട്ടിക്കോട്ടെ പാവല്ലേ. നേരെ ഉള്ളിലേക്ക് നടന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെല്ലുമ്പോൾ പഴയ കച്ചവടമൊന്നുമില്ല, വേണ്ട ഓലിരിക്കുകയാണ് അവിടെ. കൗണ്ടറൊക്കെ കാലിയാണ്. ഞാൻ അങ്ങനെ നോക്കി. അപ്പോൾ അതാ ടി വിയിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ടി വിയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു 60 ഉറുപ്പികയും കൊടുത്ത്. അയാൾ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഒരു വലിയ വണ്ടി സ്പീഡ് പോവുകയാണ്. പിന്നെ നമ്മൾ ചെക്കൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് അടക്കല്ലേ, അപ്പോൾ വലിയ നടന്മാരൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ആ വേഷം അഭിനയിക്കാമല്ലോ. ഞാൻ പോവുക. അപ്പോൾ നോക്കുമ്പോൾ ലിഫ്റ്റൊക്കെ വന്നിക്കണ്. പഴയ പോലെ ഒന്നല്ല, നടക്കണ്ട. പക്ഷെ ഞാൻ നടന്നിട്ടാ, ഞാൻ കോണി കയറി അപ്പുറം ചാടി. അവിടെ എത്ര മറ്റേ വണ്ടി വരിക ഓരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് നോക്കണ മാതിരി ഇങ്ങനെ നോക്കി നടന്ന് ആ പാലത്തിൻ്റെ മേലെ കൂടെ. അപ്പോൾ ഒരു ചായയും വടയും കഴിച്ചാലോ എന്ന് ആലോചിച്ച് വേണ്ട, 15 ഉറുപ്പിക എടുത്ത് വെള്ളം വാങ്ങി, 5 ഉറുപ്പിക ലാഭം. എനിക്ക് സന്തോഷമായി. അപ്പോഴേക്കിൻ്റെ ട്രെയിൻ വന്നിട്ടാ. ട്രെയിൻ ഇങ്ങനെ പതുക്കെ വരികയാണ്. ഞാൻ വേഗം ചാടി കയറാൻ വിചാരിച്ച് ഉള്ളിൽ കയറിയിരുന്ന്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. ആരേലും തൊള്ളപ്പൂട്ട് പറയാം, കുറച്ച് നുണയും പറഞ്ഞ് ഇരിക്കാച്ചില്ല ഞാൻ നോക്കണേ, ആരുമില്ല. പക്ഷെ എനിക്ക് ആകെ സങ്കടമായില്ല, അടുത്തതിന് കയറുമല്ലോ. ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്ന് എത്തുമ്പോൾ എത്തട്ടെ വിചാരിച്ച്.